ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മുടെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളെ പ്രഗ്നൻസി ടൈമിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഒട്ടുമിക്ക പ്രഗ്നൻറ്റ് ലേഡീസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടി അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിപ്പേഷനും അതിൻ്റെ സൊല്യൂഷനും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. സോ നല്ലൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടും ഈ ഒരു ഇതിനെ ഞാനെങ്ങനെ എന്താ പറയുക റിക്കവർ ചെയ്തെന്നുള്ളതും ഒക്കെ കൂടിയിട്ട് കണ്ടന്റ് ആക്കിയിട്ട് ഒരു ചെറിയ വീഡിയോ പറയാം എന്ന് വിചാരിച്ചു. ഈ ഒരു ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ വെച്ചാൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, വരാൻ കാരണം എന്താണ്, റീസൺ എന്താണെന്ന് പറയുന്നുണ്ട്, സിംറ്റംസ് എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സൊല്യൂഷനും പറയാം. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസിക്കാർക്ക് മാത്രമല്ല, പ്രഗ്നൻസി ഉള്ളവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും, പ്രഗ്നൻസിയിൽ അല്ലാത്തവർക്കും ഉണ്ടാവും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കും ഈ ഒരു എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള സംഭവം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മളെ മലബന്ധം, അതിനാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. മോശം പോകാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്താ പറയുക ബാത്റൂമിൽ പോകാൻ, ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വാക്ക് അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും കണ്ടുവരുന്ന കാര്യമാണ്. പ്രഗ്നൻസിയിൽ എന്താ കുറച്ചുകൂടെ അധികമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ്. ഫുഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു പ്രോപ്പർ ഇതല്ലാത്തത് കൊണ്ട്, അതൊക്കെ കാരണമാണ് മെയിനായിട്ട് എന്താ പറയുക ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം നമുക്ക് ഉണ്ടാവുന്നത്. അതാണ് കോമൺ റീസൺ എന്ന് പറയുന്നത്. പിന്നെ പ്രഗ്നൻസിയിലാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം പ്രൊഗസ്ട്രോൺ ലെവൽ കൂടുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കുറയും. അതായത് കുടലിൻ്റെ മൂവ്മെൻറ്റ് കുറയും. അത് കാരണം നമുക്ക് ഡൈജഷനിൽ ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മുടെ യൂട്രസ് വലുതാവാണ്, ഗ്രോയിങ് യൂട്രസ് ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പ്രഷർ വരും, വലുതാവും തോറും പ്രഷർ വരുമ്പോൾ എന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നം വരും. അപ്പോഴും നമുക്ക് ബാത്റൂമിൽ പോവാൻ ഒക്കെ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്താ പറയുക നമുക്ക് ചിലപ്പോൾ ഛർദി ഉണ്ടാവാം, വെള്ളം കുടിയൊക്കെ കുറയും, വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട് അത് കാരണം, പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റായിക, അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ ഈ ബാത്റൂമിൽ പോണ ഒരു സിസ്റ്റം നമുക്ക് കറക്റ്റ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ഫുഡൊന്നും പ്രോപ്പറല്ല, വെള്ളം കൂടി പ്രോപ്പർ അല്ലാണ്ടൊക്കെ ആവുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. അതുപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റ്സ്, നമ്മുടെ ഡോക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് ചില ടാബ്ലറ്റ്സ് നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻസ് കാരണം തരുമ്പോൾ ആ മരുന്ന് കാരണം വല്ല പനി അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസിയിൽ വേറെ വല്ല മരുന്നൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് മൂലം ഉണ്ടാകാം. ചിലപ്പോൾ ആ മരുന്നിൻ്റെ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മരുന്നും കൂടി, ഈ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ നമുക്ക് മരുന്ന് തരും കേട്ടോ. അതും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ചില കേസിലും ഈ മെഡിസിൻ എടുക്കണ കാരണം നമുക്ക് ഗ്യാസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഗ്യാസ് എന്നുള്ള വാക്ക് ഞാൻ പറയാൻ മറന്നു അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടുതൽ കേൾക്കുക പ്രഗ്നൻസിയിൽ ഗ്യാസ് കയറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് ആ വാക്ക് മറന്നുപോയി. പിന്നെ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൂടി ഫുഡ് കഴിക്കൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ഗ്യാസ് കയറും. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ടൈറ്റായിട്ട് പോകണ ആ ഒരു ഫീല്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കട്ടിയിൽ ബാത്റൂമിൽ മോശം പോവുക, അല്ലെങ്കിൽ മോശം പോവാൻ കുറച്ച് നേരം എടുക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറെ
സീരിയസ് ഇഷ്യൂസിലേക്ക് പോകും. അതായത് പൈൽസ്, പിന്നെ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനസ് ഉണ്ടല്ലോ, നമ്മൾ മലം പോകുന്ന ആ ഒരു ഭാഗം, ദ്വാരം അല്ലെങ്കിൽ മലദ്വാരം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറച്ച് പ്രഷറൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവിടെ മുറിവുകൾ ഒക്കെ വന്നിട്ട് അതിനെയാണ് ഫിഷറീസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ പൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മുടെ മൂലക്കുരു. അപ്പൊ ഇതൊക്കെ വരും ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഡോക്ടറെ കാണണം. പിന്നെ എന്താ വെച്ചാല് നമ്മള് അയൺ ടാബ്ലറ്റ് ഒരു കാര്യം കേട്ടോ. അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം, അതൊരു കാര്യമാണ്. പിന്നെ എന്താ ഞാൻ പറയാൻ വിട്ടുപോയില്ല, ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാരുണ്ടാവും. തൈറോയിഡിസം ഉള്ളപ്പോൾ ബവൽ മൊമെന്റ്സ് കുറവായതുകൊണ്ട് തന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ ഡൈജഷൻ പ്രോബ്ലംസ് വരാം, എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ നമുക്ക് സ്ട്രെസ്, ഡിപ്രഷൻ, ഇതൊക്കെ ഇതിനൊരു റീസൺ ആണ്. അങ്ങനെ സ്ട്രെസ് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ടെൻഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറ് വീർത്തിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വയറ് വേദന എടുക്കുക, വയറ് ടൈറ്റ് ആവുന്ന പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. പിന്നെ എന്താ പറയുക, തലവേദന ഉണ്ടാവും, നമുക്ക് വിശപ്പ് കുറവുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് സൊല്യൂഷൻസ് പറയാം. സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, കറക്റ്റായിട്ട് ഒരു 10 to 12 ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കണം. പ്രത്യേകിച്ച് ചൂടുകാല സമയത്ത് ഒരു 3 ലിറ്റർ 4 ലിറ്ററോളം വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം മഴക്കാലമായി, അപ്പം എന്തായാലും 10 to 12 ഗ്ലാസ്സിൽ കുറവ് വെള്ളം ആവരുത്. എപ്പോഴും 10 to 12 ഗ്ലാസ്സിന് മുകളിൽ വെള്ളം കുടിച്ചിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഫ്ലഷ് ഔട്ട് ചെയ്യുക. നമ്മുടെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത്, അതായത് മോഷനായിട്ട് പോകുന്നതാണെങ്കിലും വിയർപ്പായിട്ട് പോകുന്നതാണെങ്കിലും യൂറിനായിട്ട് പോകുന്നതാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടന്റാണ് കളയുന്നത്. അപ്പം നമ്മൾ മാക്സിമം വെള്ളം കുടിച്ചിട്ടും ഒക്കെ നമ്മൾ ഈ എന്താ പറയുക ഇമ്പ്യൂരിറ്റീസൊക്കെ നമ്മൾ കളയുക. നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മൾ ഫൈബർ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക എന്നുള്ളതാണ് പറയണത്. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയണത് ഇപ്പോൾ ഓട്സ്, പിന്നെന്താ പറയുക, നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്താ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നില്ലല്ലോ. മറ്റേ വീറ്റ്, ഗോതമ്പ്, പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരുകൾ അറിയില്ല ഗൈസ്, നാരുകൾ അടങ്ങിയ ഭക്ഷണം സോറി, ഇത്രയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലേ. ഫ്രൂട്ട്സ് കാര്യങ്ങളിലൊക്കെ നാരുകൾ ഉള്ള സംഭവങ്ങളുണ്ടാവും. പിന്നെ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ നാരുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രക്കോളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാവും അറിയില്ല. നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമിൽ കഴിച്ചിരുന്നു, പിന്നെ എനിക്ക് ഛർദിയപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക, കുക്കുംബർ കഴിക്കാൻ നല്ലതാണ് ഡൈജസ്റ്റ്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം കുക്കുംബർ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സിൽ ഇതുപോലെ ചെറുപഴം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളായിട്ടുള്ള പഴം, ചെറുപഴം, പേരയ്ക്ക, ആപ്പിള്, ഇതിലൊക്കെ ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ പേരയ്ക്ക, ആപ്പിള്, പ്ലംസ്, പിന്നെ പപ്പായ, പഴുത്ത പപ്പായ കഴിക്കാൻ നല്ലതാണ്. പച്ച പപ്പായയാണ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിലൊരു വേണ്ട, എന്തൊരു കണ്ടന്റ് ഉണ്ട്, അതിൻ്റെ കണ്ടന്റ് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ച പപ്പായ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയും. പക്ഷെ പഴുത്ത പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഫുഡിന് അലർജി ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക.
എനിക്ക് അലർജി ഉണ്ട് കേട്ടോ, പപ്പായ അലർജിയാണ്, അതുകൊണ്ട് ഞാൻ പപ്പായ കഴിക്കാറില്ല. പിന്നെന്താ വെച്ചാൽ പരിപ്പ് പയർവർഗ്ഗങ്ങൾ, പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ്, അതായത് മൺപയർ, പരിപ്പ് കറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചി അതുപോലെ തന്നെ ഗാർലിക്കൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഗാർലിക് കഴിക്കുന്നത് ബെസ്റ്റാണ്. ഗാർലിക് എല്ലാത്തിലും ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. അത് ഈ പ്രഗ്നൻസി ടൈമിൽ ഗാർലിക് കഴിക്കുമ്പോൾ വേറൊരു ഗുണമുള്ളത്, ലാക്ടേഷൻ പാലിൽ ഉണ്ടാവാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നത്, പരിപ്പ് കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്, ഗ്യാസ് ട്രബിൾ വരാതിരിക്കാൻ. അപ്പോൾ പരിപ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ സോർബിറ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് ചില ഫ്രൂട്ട്സിന്. സോർബിറ്റോൾ എന്നുള്ള ഒരു എന്താ പറയുക, ഷുഗർ കണ്ടന്റ് ഉണ്ട് ചില ഫ്രൂട്ട്സിന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഷനെ സോഫ്റ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതടങ്ങിയ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക, അതിൽ നല്ല ഫൈബർ ഉണ്ട്. നെല്ലിക്ക കഴിക്കാൻ നല്ലതാണ്, അതുപോലെ ആപ്പിൾ കഴിക്കാൻ നല്ലതാണ്, ഗ്രേപ്സ് കഴിക്കാൻ നല്ലതാണ്, സ്ട്രോബെറി, റാസ്ബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നോക്കിയിട്ട് കഴിക്കുക. നെല്ലിക്കൊക്കെ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ബെസ്റ്റാണ്. അത് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ്ഡ് മേടിക്കാൻ കിട്ടും. അതിൽ സീഡ്സ്, സൺഫ്ലവർ സീഡ്, മറ്റേ അങ്ങനത്തെ എന്താ പറയുക, ആൽമണ്ട്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ മേടിച്ച് കഴിക്കുക പ്രഗ്നൻസിയിൽ. പ്രത്യേകിച്ച് വാൾനട്ട് കിട്ടുകയാണെങ്കിൽ സുഖമാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ് തോന്നുന്നുണ്ട്. ഞാൻ വാൾനട്ട് പ്രഗ്നൻസി ത്രൂ ഔട്ട് കഴിക്കുന്നുണ്ട്. ഫസ്റ്റ് 4 മന്ത് 5 മന്ത് വരെ എനിക്ക് മറ്റേ വോമിറ്റിംഗ് ഉള്ള കാരണം എനിക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. ആകെ ആൽമണ്ട് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. വാൾനട്ട്സ് ഞാൻ പിന്നെ 6th 7th മന്ത് തൊട്ടിട്ട് ആൽമണ്ട് കഴിച്ചു തുടങ്ങി. വലിയ പ്രശ്നമില്ല. 6th 7th ഒക്കെ ആയപ്പോൾ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് ആയപ്പോൾ പിന്നെ ഞാൻ ഡെയിലി എല്ലാ ദിവസവും കഴിക്കും. കുറച്ച് ഒരു 4-5 എണ്ണം അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കും. ഈ വാൾനട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ്, ചീത്ത ഫാറ്റിനെ കളയാനും നല്ല ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യാനും പിന്നെ ഉണ്ണിക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് നല്ലതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജഷൻ നടക്കാൻ നല്ലതാണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രൈ ഫ്രൂട്ടാണ് എന്താണ് വാൾനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ നോക്കുക. എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യാറ്, ഇവിടുന്ന് മേടിക്കല്ല. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, എക്സ്പോർട്ട് ചെയ്യണതാണ്. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചിലപ്പോൾ റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. അങ്ങനെ വാൾനട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കുക, നല്ലതാണ്. വാൾനട്ട് നൈറ്റ് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ കറക്റ്റായിട്ട് നമ്മൾ മോശം പൊക്കോളും, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോശം പൊക്കോളും. പിന്നെ അതുപോലെ തന്നെ ജ്യൂസായിട്ട് കഴിക്കുന്നത് ഇങ്ങനത്തെ നമ്മുടെ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ജ്യൂസായിട്ട് കുടിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അപ്പോൾ അതിൻ്റെ നാരൊക്കെ പോകും. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കേസ് ഞാൻ പറഞ്ഞല്ലോ. ഈ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലർക്ക് വെള്ളം കുടിക്കുമ്പോൾ ഛർദി ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ വെള്ളം പറ്റുന്നില്ല വെച്ചെങ്കിൽ വല്ല കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അതൊക്കെ ആയിട്ട് കുടിക്കുക. പിന്നെ ഇളനീര് ബെസ്റ്റാണ്. പ്രഗ്നൻസിക്ക് നല്ലൊരു കാര്യമാണ് ഇളനീര്. നമ്മുടെ അമ്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ ക്വാളിറ്റിക്ക്, നല്ല ഉണ്ണിയുടെ വളർച്ചയ്ക്കും പിന്നെ നല്ല ഒരു കാര്യമാണ് ഇളനീർ വെള്ളം എന്ന് പറയുന്നത്, കോക്കനട്ട് വാട്ടർ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് കുടിക്കുക. പിന്നെ എന്താ, പ്രഗ്നൻസി ഫുൾ ടൈം നമ്മളിങ്ങനെ എടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണം ആവുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ എന്തായാലും ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കാണാതിരിക്കരുത്. എന്തായാലും ഡോക്ടറോട് പോകുമ്പോൾ പറയുക. അപ്പോൾ ഡോക്ടർ അതിനുള്ള മെഡിസിൻ, ഗ്യാസ് ട്രബിളിനുള്ള മെഡിസിൻ തരും. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഫേസ് ചെയ്തിരുന്നത് ഫസ്റ്റ് ടൈമിലൊക്കെ ആയിരുന്നു. ഇപ്പൊന്നും ഇല്ല. ഫസ്റ്റ് ടൈമിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ മെഡിസിൻ, ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചില സമയത്ത് ചില ഫുഡ് കഴിക്കുമ്പോൾ അത് നമുക്ക്
നോർമലാണ്. പ്രഗ്നൻസിയിൽ ചില ഫുഡ് നമുക്ക് ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഗ്യാസുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ചില കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് വരും. അപ്പോൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്, പിന്നെ എന്താ പറയുക, ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മോഷൻ കറക്റ്റ് പോകാൻ വേണ്ടിയിട്ടും ഗ്യാസ് ഇല്ലാതിരിക്കാനുള്ള രീതിയിലും കുക്ക് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ ഈ വീഡിയോയിൽ. ഞാൻ ഫേസ് ചെയ്തത് ആ ഫസ്റ്റ് ടൈം. പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ വരും, പക്ഷെ വലിയ പ്രശ്നമായിട്ട് ഇതായില്ല. നമുക്ക് എന്താ പറയുക, ഇത് നമ്മൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ പൈൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഫിഷറീസ്, നമ്മുടെ ആനസിലുണ്ടാകുന്ന ചെറിയ ഓട്ടല്ല മുറിവുകളൊക്കെ ആയിട്ട് മാറാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതിലേക്കൊന്നും എത്തിക്കാതിരിക്കുക. പൈൽസൊക്കെ അവസാന സ്റ്റേജിലൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. മീൻസ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നമുക്ക് പൈൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതുമായിട്ട് ഹെമറോയിഡ് അല്ലെങ്കിൽ പിന്നെ ഫിഷറീസ്, മറ്റേ ചെറിയ ചെറിയ മുറിവുകൾ അങ്ങനെ അവിടെ വരിക, അതൊക്കെ ആയിട്ട് മാറാം. ഇത് പ്രഗ്നൻസിയിൽ മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞാലും ചിലപ്പം സ്ത്രീകൾ എന്താ പറയുക ഫേസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക. ഫൈബർ ഫുഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും. നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ നോക്കാതിരിക്കരുത്. ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ ഉണ്ണിക്ക് ഫീഡ് ചെയ്യുന്ന കാലം വരെ നമ്മൾ നന്നായി ഫുഡ് കഴിക്കുക, ഇതുപോലത്തെ ഫുഡുകൾ കഴിക്കുക. വാരി വലിച്ച് അതിലൊന്നും കഴിക്കാണ്ട് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ, ഞാൻ മുന്നേ പറഞ്ഞ ഫുഡുകൾ, ഫ്രൂട്ട്സുകൾ, അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഉണ്ണിയുടെ ലാക്ടേഷൻ ആലോചിക്കുക, നമ്മുടെ ബോഡീനെ ആലോചിച്ചിട്ട്. നമ്മൾ ചിലർ തടി വെക്കണമെന്നൊക്കെ പറഞ്ഞ് പേടിക്കും. അതൊന്നും വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫുഡുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് നമുക്ക് നല്ലപോലെ നമ്മുടെ പഴയ വെയിറ്റിലേക്ക് തന്നെ റിട്ടേൺ പോവാം. അങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയാക്കാം. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഞാൻ വിട്ടുപോയ കേസ് എന്താ വെച്ചാൽ, നമ്മൾ മറക്കാതെ ഇരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് കുറേ നേരം ഇരിക്കാതിരിക്കുക. ഇത് പോകാൻ വേണ്ടി നമ്മൾ കുറേ നേരം ഇരിക്കുമല്ലോ, അതുപോലെ മുക്കാതിരിക്കുക. നമ്മൾ വല്ല മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ കിട്ടും, അപ്പം നമുക്ക് ഓക്കെ ആവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ബാത്റൂമിൽ കറക്റ്റ് ടൈമിൽ എല്ലാ ദിവസവും രാവിലെ പോകുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ രാവിലെ കറക്റ്റായിട്ട് പോവുക. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകണത് അങ്ങനെ നോക്കാം. പിന്നെ കറക്റ്റ് ടൈമിൽ ടോയ്ലറ്റ് പോവുക. ബാത്റൂമിൽ പോകുമ്പോൾ പ്രഷർ കൊടുക്കാതിരിക്കുക. കാരണം നമ്മളെ ഉള്ളിലൊരാളുണ്ട്. ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അത് നമ്മുടെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മലദ്വാരത്തിലൊക്കെ മുറിവുകളൊക്കെ വരാൻ കാരണമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൊണ്ടു നടക്കുക. കഴിക്കുക, ഫുഡ് നന്നായി കഴിക്കുക, വെള്ളം കുടിക്കുക, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.